ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഈ ജൂലൈ മന്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പൊതുവായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസൊണേറ്റ് ആകണമെന്നില്ല. റെസൊണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. കളക്റ്റീവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ ജൂലൈ മന്ത് ഓവറോൾ നോക്കിയപ്പോൾ വളരെ പോസിറ്റീവായിരുന്നു. അപ്പം നമുക്ക് നോക്കാം ഇന്ന് എന്തായിരിക്കും റിലേഷൻഷിപ്പിൽ വരുന്ന ആ ചേഞ്ചസ് ഒക്കെ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. പേജ് ഓഫ് സോഴ്സ് ആണ്. സിക്സ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, 3 ഓഫ് പെന്റക്കിൾ, ക്യൂൻ ഓഫ് കപ്സ്, ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, ഹയറഫന്റ്, King of Wands, Four of Pentacles, King of Cups, Knight of Cups ആണ് ബോട്ടം വന്നിട്ടുള്ളത്. എംബറർ വന്നിട്ടുണ്ട്, ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്, നയൻ ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് പെന്റക്കിൾ, 7 ഓഫ് പെന്റക്കിൾ, 10 ഓഫ് പെന്റക്കിൾ, 5 ഓഫ് സോർഡ്സ്, 8 ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. ടവറാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറേ മാറ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. ടവറാണ്. നിങ്ങൾ ചേഞ്ചായി, നിങ്ങൾ മാറ്റം കൊണ്ടുവന്നു. കാരണം നിങ്ങൾ ആദ്യം തന്നെ വന്നതൊരു പേജ് സോഴ്സിൻ്റെ എനർജിയാണ്. ശരിക്കും നിങ്ങളൊരു പുതിയ വഴിയിലൂടെ അല്ലെങ്കിൽ പുതിയ ചിന്താഗതിയിലൂടെ ഈ ഒരു പ്രണയത്തെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിനെ നിങ്ങൾ അതിൽ ഓവർ അറ്റാച്ച്ഡ് ആയിരുന്നെങ്കിൽ നിങ്ങൾ അതൊക്കെ ആ അറ്റാച്ച്മെൻ്റ് ഒക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെയും നമ്മൾ കൂടുതലത് നിങ്ങൾ ഈ മാസം നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ആക്ഷൻസ് എടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതിലും നിങ്ങൾ ഇമോഷന് പ്രാധാന്യമുണ്ട്. കാരണം ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. വളരെ മെച്യൂർഡ് ആണ് നിങ്ങൾ. ഒരിക്കലും ഈ ഒരു പെട്ടെന്നങ്ങ് ഇനി ഇത് തന്നെ വേണം, ഇതില്ലാതെ പറ്റില്ല, അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ 10 ഓഫ് പെന്റക്കിൾ, 7 ഓഫ് പെന്റക്കിൾ, ഏസ് ഓഫ് പെന്റക്കിൾ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം ആൾക്കാരും ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇത് ഇനി ഇല്ലാതെ പറ്റൂല അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരൊക്കെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി വെച്ചിട്ട് എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ എനിക്ക് എന്തൊക്കെ വേണം എന്ന് ആലോചിച്ച് അതിനുള്ള കാര്യങ്ങൾ നോക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രണയത്തിൻ്റെ പുറകെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്.
അപ്പം അതിലാണ് നിങ്ങൾ ഈ മാസം കൂടുതൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ എംബറർ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ കുറച്ച് ഈഗോയൊക്കെ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. കാരണം ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ മറ്റുള്ള ഒരാളിൻ്റെ മുന്നിൽ ഇങ്ങനെ താണു കൊടുക്കേണ്ട ആവശ്യമില്ല, അപ്പം എനിക്ക് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഇവിടെ വരുന്ന ഈ ഒരു ഈഗോ എന്ന് പറയും, എംബറുടെ എനർജി, ഈഗോ എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം നമുക്ക് നമ്മളുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം വേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങി. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ പുറത്തുള്ള ആ ഒരു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളിലേക്ക്. അപ്പം ഇതിലൊരു 6 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നപ്പോൾ. പക്ഷേ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തപ്പോൾ ഈ ഒരാൾ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട്. നിങ്ങളവരെ മൈൻഡ് ചെയ്യണില്ല, അവരുടേതായിട്ട് അവർക്കൊരു പ്രാധാന്യമൊന്നും നിങ്ങൾ കൊടുക്കണില്ല എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ നിങ്ങളിലേക്ക് വരുന്നു. കാരണം നിങ്ങളുടെ തീരുമാനം വളരെ ശക്തമാണെന്നുള്ളതാണ് കാണുന്നത്. അപ്പം പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ചിലപ്പോൾ പുതിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ചില ആൾക്കാർ, അല്ലെങ്കിൽ എന്തായാലും വേറെ കുറച്ച് ആൾക്കാർ ചേർന്നുള്ള എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവോൾവ്ഡ് ആണെന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു കാര്യത്തിനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് കാണുന്നുണ്ട്. പിന്നെ ക്യൂൻ ഓഫ് കപ്സ് വരുമ്പോൾ ശരിക്കും നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്കുള്ള പ്രാധാന്യം മറ്റാർക്ക് നിങ്ങൾ കൊടുക്കാൻ ഇപ്പം താല്പര്യപ്പെടുന്നില്ല എന്ന് കാണുന്നുണ്ട്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഒരു എൻഡിങ് ആണ്. ചില കാര്യത്തിന് പെയിൻഫുൾ ആയിരുന്ന ഒരു കാര്യത്തിന് എൻഡിങ് ആണ്. കാരണം ഇതിൽ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ നയൻ ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. ഒരുപാട് നിങ്ങൾ ടെൻഷൻ അടിച്ചിരുന്നു, ഉറക്കമില്ലാതിരുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റാതെ, നിങ്ങൾ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റാതെ, നിങ്ങളുടെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഒരുപാട് ടെൻസ്ഡ് ആയിരുന്നുവെങ്കിൽ അതിനൊരു ജഡ്ജ്മെന്റ് ആണ് ഈ ഒരു ഡെത്ത് കാർഡ്. ആ ഒരു കാര്യമൊക്കെ നിങ്ങളങ്ങ് മാറ്റി വെച്ചു എന്നുള്ളതാണ്. പിന്നെ ചിലർക്ക് ഇത് ഒരു പ്രോപ്പർ മാരേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഹൈറഫൻ്റ് വന്നിട്ടുണ്ട്. ചിലർക്ക് ഒരു മാരേജ് തന്നെ അവരിങ്ങോട്ട് വന്നൊരു കല്യാണം നടത്താനുള്ള ഒരു ഇത് കാണുന്നുണ്ട്. ഒരു മാരേജിലേക്ക് പോകുമെന്ന് കാണുന്നുണ്ട്. പല ആൾക്കാരും നിങ്ങൾ കരിയറിനെ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ റിലേഷൻഷിപ്പിൽ എന്നെ മാറ്റി വെച്ചിട്ട് കരിയറിനെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളിലുള്ളിൽ ആ ഒരു സംഗതി ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വിട്ടുകളയാതെ അത് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിലത് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. പക്ഷേ അതിന് ശരിക്കും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ 7 ഓഫ് പെന്റക്കിളാണ്. നിങ്ങൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ്. കാരണം പുതിയ തുടക്കമാണ്. കുറേയധികം ആൾക്കാരും പുതിയ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്ലാനിങ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ജൂലൈ മന്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ശരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു മെസ്സേജ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. കാരണം പല കാർഡ്സിൻ്റെയും മീനിങ് സെയിം ആണ്. അപ്പോൾ കുറേ അങ്ങനെയുള്ള കാർഡ്സാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് പറയണത്. പിന്നെ 10 ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. ചിലർക്ക് യൂണിയൻ ഉണ്ട്, ചിലർ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി പോയി നിന്ന ആൾക്കാർ വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് വന്ന് വളരെ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒരു 5 ഓഫ് സോഴ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും എൻഡാക്കി അതിൽ നിന്ന് നിങ്ങൾ വിട്ട് കളഞ്ഞു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഒരു 5 വന്നിട്ടുണ്ട്. ശരിക്കും അതൊരു
ചേഞ്ചാണ്. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ ചേഞ്ചിൻ്റെ നമ്പറാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ ആ ഇരുന്ന അവസ്ഥയിൽ നിന്നും ഫുള്ളി ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ഏറ്റവും പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ശരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാരും ഒരിക്കലും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ചിലപ്പം ബോധപൂർവം അത് വിട്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട്, ഈ സമയത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് എനിക്ക് വളരെ ഉപയോഗമൊന്നും ഉണ്ടാവും പോണില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തത്. നമ്മൾ റിലേഷൻഷിപ്പിൽ എന്നാണ് നോക്കിയത്. പക്ഷെ കൂടുതലും ഇതിലും വന്നത് കരിയറാണെന്നാണ് വന്നത്. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് ഇതിലും കൂടെ കുറച്ച് കാണിച്ച് നോക്കാം. ട്രാൻസ്ഫർമേഷനാണ് ഇതാണ്. ഇവിടെ ഒരു ടവറാണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സെയിം കാർഡാണ്, ട്രാൻസ്ഫർമേഷനാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ സ്വയം എടുത്ത അല്ലെങ്കിൽ എഫേർട്ട് എടുത്ത് വരുത്തിയ മാറ്റമാണ്. നിങ്ങൾ ഈ പണ്ടായിരുന്ന അവസ്ഥ ആയിരിക്കാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കണില്ല എന്നുള്ളതാണ് കാണുന്നത്. ക്രൗൺ ചക്രയാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ശരിക്കും ഈ യൂണിവേഴ്സിൽ നിന്ന് ഒരുപാട് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ഒരു അനുഗ്രഹങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യാൻ പോകുന്നു. അപ്പം നിങ്ങൾ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ മെഡിറ്റേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ചിലർ റേക്കി ഹീലിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. മെമ്മറീസ് ഓഫ് ലവ് ആണ്. പക്ഷേ പലർക്കും അതാണ് ഒരു 4 ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ശരിക്കും വിട്ട് കളഞ്ഞിട്ടില്ല. നിങ്ങളത് മനസ്സ് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന് പ്രാധാന്യം കുറച്ചു എന്നാണ് കാണുന്നത്. സ്പിരിച്വൽ യൂണിയനാണ്. അപ്പം നിങ്ങൾ വളരെ മുന്നോട്ടേക്ക് പോയി എന്നുള്ളതാണ്. നിങ്ങൾ ഇത് 2 ഓഫ് കപ്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരു വ്യക്തതയുണ്ട്, നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ഒരു സോൾ കണക്ഷനുള്ള ഒരാളാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളിൻ്റെ പുറകെ എനിക്കിനി പോകേണ്ട ആവശ്യമില്ല, ഈ ആള് തിരികെ എന്നിലേക്ക് വരും, അപ്പോൾ വന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ആക്ഷൻ എടുത്തത്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുത്തതെന്നാണ് ഇതെന്ന് ഇപ്പം മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടില്ലല്ലോ. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഒരു സ്നേഹമുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പുറകെ പോയി, ഈ ഒരു വ്യക്തിയുടെ പുറകെ പോയി എനിക്ക് എൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും കളയാൻ പറ്റൂല. ഈ ആൾ എന്നായാലും എന്നിലേക്ക് തിരികെ വരും. അപ്പോൾ തിരികെ വരാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഇതിനകത്ത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി പോകുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കാര്യം നോക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നൊരു യൂണിയൻ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. ഇമോഷണൽ വിഡ്രാവലാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളങ്ങ് മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ വിചാരിച്ചു. നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച കുറേയധികം കാര്യങ്ങൾ നിങ്ങളിപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നേ ഇല്ല എന്നാണ് കാണുന്നത്. സാക്രിഫൈസ് ആണ്. അപ്പം നിങ്ങളുടെ ലൈഫ് മുഴുവൻ സാക്രിഫൈസ് ആയിരുന്നു എന്നാണ് കാണുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചു, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ ഇല്ലാതാക്കി. അപ്പം ചിലപ്പോൾ അത് പലരും ഫാമിലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആയിരുന്നിരിക്കാം. ഇപ്പം ചെറുതിലേ മുതൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളുടെ സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിന്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സന്തോഷത്തിന്, കുട്ടികളുടെ സന്തോഷത്തിന്, പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സാക്രിഫൈസ് ചെയ്ത് ജീവിതം വേണ്ടാന്ന് വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ എന്ത് കാര്യത്തിനും സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളാണ് എന്നുള്ളതാണ്. അപ്പം അതിനാണ് ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുള്ളത്. ട്രയംഫ് ആൻഡ് സക്സസ് ആണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ എന്ത് എഫേർട്ട് എടുത്തോ അതിന് നിങ്ങൾ സക്സസ് തന്നെയാണ്, നിങ്ങൾ സക്സസ്സിലോട്ടാണ് പോണത്. അപ്പോൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തെങ്കിൽ അത് ദൈവം കാണാതിരിക്കുന്നില്ല എന്നാണ്. നിങ്ങളുടെ ആ ഒരു എഫേർട്ടിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സ് ദൈവം കാണുന്നുണ്ട് എന്നാണ്.
മൂവിങ് ഓൺ. നിങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങൾ ശരിക്കും സോളാർ പ്ലെക്സസ് ചക്രം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഈ മാസം കിട്ടുന്നത്. പക്ഷേ റിലേഷൻഷിപ്പിൽ ഞാൻ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കിയത്. പക്ഷേ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എനർജിയാണ് ഇതിനകത്ത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന കുറേയധികം ആൾക്കാർ ഇത് മനസ്സിൽ നിന്ന് ആ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കാണും. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് കാണും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ. റിലേഷൻഷിപ്പ് അല്ല, നിങ്ങൾക്ക് ഫിനാൻഷ്യലി ആണ് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നാണ് കാണുന്നത്. ഈ വ്യക്തിയുടെ പിറകെ പോകാനുള്ള ഒരു കാര്യമൊക്കെ നിങ്ങൾ മതിയാക്കി നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഈ മന്ത്. അതാണ് ഈ മാസം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.